കണ്ണുമൂടിയും ഇരു കൈകൾ തമ്മിലും ഇരു കാലുകൾ തമ്മിലും കൂട്ടിക്കെട്ടിയാണ് അനന്യ ആലുവ മണപ്പുറം മണ്ഡപംകടവിൽ നിന്നും സാഹസിക നീന്തൽ ആരംഭിച്ചത്. പെരിയാർ കുറുകെ നീന്തി തിരിച്ച് ദേശംകടവ് വരെ 780 മീറ്റർ 45 മിനിറ്റ് കൊണ്ട് അനന്യ നീന്തിക്കയറി. പരിശീലകനായ സജി വാളശ്ശേരിയുടെ നിർദ്ദേശങ്ങളിലൂടെ ദിശ മനസ്സിലാക്കിയാണ് അനന്യ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന ഒരു ആശയവുമായി കഴിഞ്ഞ 15 വർഷമായി സൗജന്യമായി 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഏതൊരാളെയും ഏതൊരു ശാരീരിക പരിമിതിയുള്ളവരെയും നീന്തൽ പരിശീലിപ്പിക്കുന്ന സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ തേവക്കൽ വിദ്യോദയ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനന്യ വലേരി എന്ന 14 വയസ്സുകാരി ഇരു കൈകളും കാലുകളും കൂട്ടിക്കെട്ടി കണ്ണുകളും മൂടി 3/4 കിലോമീറ്റർ പെരിയാർ നീന്തിക്കടന്നു. ആലുവ മണപ്പുറം മണ്ഡപംകടവിൽ നിന്നും സിനി ആക്ടർ സജിൻ ഗോപു ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച പെരിയാർ അക്കരെ ഇക്കരെ നീന്തി ആലുവ മണപ്പുറം ദേശംകടവിൽ കായിക താരം ഗീതാ മേനോൻ മറ്റു പ്രശസ്ത വ്യക്തികളും VRSC കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ആദ്യം തന്നെ ഗീതനെ നാളിയിട്ട് സ്വീകരിക്കുകയാണ്. പെൺകുഞ്ഞുങ്ങൾക്ക് പോലും കണ്ണും കൈയും കാലും കെട്ടി ഇതുപോലെ 780 മീറ്റർ നീന്താം എങ്കിൽ ആരും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും നീന്തൽ പഠിക്കാം. മുങ്ങി മരിക്കാതിരിക്കണമെങ്കിൽ നീന്തൽ പഠിച്ചേ തീരൂ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിനോടും ബാക്കി എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അച്ഛനും അമ്മയും എല്ലാ കൂട്ടുകാർക്കും ഇവിടെ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. പേടിയുണ്ടായിരുന്നില്ല, വളരെയധികം ധൈര്യം ഉണ്ടായിരുന്നു. സജി സാറാണ് പഠിപ്പിച്ചത്, അത് കാരണം എനിക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തേവക്കൽ സ്വദേശി മനോജ് വലേരിയുടെയും ശ്രീദേവി മനോജിൻ്റെയും മകളാണ് അനന്യ. അവന്തിക മനോജ് അനന്യയുടെ സഹോദരിയാണ്. വേണ്ടത്ര പരിശീലനമില്ലാതെ ഇത് ആരും അനുകരിക്കരുതെന്നുള്ള സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. വളരെ എളുപ്പം സാധാരണ നീന്തൽ ഏതൊരാൾക്കും 16 ദിവസം കൊണ്ട് പഠിക്കാമെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഇരുകൈകളും കാലുകളും ഉപയോഗിക്കാതെ കണ്ണുകളും മൂടിക്കെട്ടി നല്ല പരിശീലനത്തോടെ ഈ 14 വയസ്സുകാരി ഈ പ്രകടനം നടത്തിയത്. 15 വർഷം കൊണ്ട് ഏകദേശം 10,200ഓളം പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ തന്നെ 2,129ഓളം പേർ പെരിയാറിൻ്റെ കുറുകെ നീന്തുകയും ചെയ്തു. 10ഓളം ഭിന്നശേഷിക്കാരെയും നീന്തൽ പരിശീലിപ്പിച്ചതിൽ 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകളും ചലനശേഷി നഷ്ടപ്പെട്ട 38 വയസ്സുകാരൻ രതീഷും ജന്മന 90% വൈകല്യമുള്ള ഇരു കൈകളില്ലാത്തതും നട്ടലിന് വളവും ഒരു കാലിന് നീളക്കുറവുമുള്ള 15 വയസ്സുകാരൻ കോഴിക്കോട് സ്വദേശി ആസിം വെള്ളിമണ്ണയും ഉൾപ്പെടുന്നു. 2022 69 വയസ്സുള്ള ആരിഫയെയും 71 വയസ്സുള്ള വിശ്വംഭരനും പെരിയാർ ക്രോസ് ചെയ്ത് നീന്തിച്ച് പ്രായവും മറ്റൊരു കാര്യവും നീന്തൽ പഠനത്തിന് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ചയാളാണ് സജി വാളശ്ശേരിയിൽ. എല്ലാവരും നീന്തൽ പരിശീലിക്കുക എന്ന ഒരു സന്ദേശം ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് സജി വാളശ്ശേരിയുടെ ലക്ഷ്യം. പുഴയിൽ 2 പേരെ സുരക്ഷയ്ക്കായി ദിവസക്കൂലിക്ക് ഈ സുരക്ഷാ ചിലവ് മാത്രം പഠിതാക്കൾ ചേർന്ന് സാധിക്കുന്നവർ മാത്രം 100 രൂപ വീതം നൽകിയാൽ മതി. ബോട്ടിലും സർവ്വസജ്ജമായ ഒരു ആംബുലൻസ് കരയിലും കൂടാതെ മുൻവർഷങ്ങളിൽ പുഴ നീന്തിക്കടന്നവരുടെ ഒരു സംഘത്തെ കരയിലും പുഴയിലുമായി ക്രമീകരിച്ചാണ് ഒരു ദിവസം 1000ഓളം പേരെ നീന്തൽ പരിശീലിപ്പിക്കുവാനുള്ള പ്രീ-KG മുതൽ പോസ്റ്റ് ഡിഗ്രി വരെ വരുന്ന ക്ലാസുകൾ സജി വാളശ്ശേരിയിൽ നടത്തുന്നത്. എല്ലാ വർഷവും നവംബർ 1 ആരംഭിച്ച് മെയ് 31 അവസാനിക്കുന്ന ഈ സൗജന്യ നീന്തൽ പരിശീലനത്തിന് നീന്തൽ അറിയാത്ത ഏതൊരാൾക്കും വന്ന് പരിശീലിക്കാവുന്നതാണ്. രാവിലെ 5:30 ആരംഭിച്ച് 8 അവസാനിക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ നടക്കുന്നത്. തുടർച്ചയായി വരുവാൻ സാധിക്കാത്തവർ സാധിക്കുന്ന എല്ലാ ദിവസവും വന്ന് നീന്തൽ പരിശീലിക്കുന്നതിനും തടസ്സമില്ല. അന്യജില്ലകളിൽ നിന്ന് വരെ ആളുകൾ കുടുംബമായി വന്ന് നീന്തൽ പരിശീലിക്കുന്നുണ്ട്.
ന്യൂസ് ഡെസ്ക് ആലുവ.